ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഏഗൺ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു കവിത നമ്മൾ പഠിക്കേണ്ടത് എന്നാണ്. നമുക്ക് 4 കവിതകളാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്നറിയാം. ഇതിൽ എന്തായാലും 2 കവിത ഷുവറായിട്ടും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. അപ്പം നമുക്കറിയപ്പോൾ അകാൽ ഓർ ഉസ്കെ ബാദ് എന്നത് മോഡൽ എക്സാമിന് ചോദിച്ചിരുന്നു. മോഡൽ എക്സാമിന് ചോദിച്ച ഒരു കവിത പബ്ലിക്കിന് വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് 4 കവിതകളും ഒരുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. നമ്മൾ പഠിക്കേണ്ടത് ആദ്യം നമ്മളൊരു കവിതയുടെ പേര് അകാൽ ഓർ ഉസ്കെ ബാദ് എന്നത് നമുക്ക് നമ്മുടെ 3rd യൂണിറ്റിൽ പഠിക്കാനുള്ള കവിതയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ കവി ആര് ആദ്യം നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് നാഗാർജുൻ. അപ്പോൾ നിങ്ങൾ നാഗാർജുൻ എന്നിങ്ങനെ പറഞ്ഞ് പഠിക്കാതെ ഒന്ന് എഴുതി നോക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാതിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. പല കുട്ടികൾക്കും കവിയുടെ പേരറിയാം, പക്ഷേ പേപ്പറിൽ എഴുതുന്ന സമയത്ത് അതിൽ ഒരുപാട് മിസ്റ്റേക്ക് വരും. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യും, മാർക്ക് കുറയും. അപ്പോൾ നാഗാർജുനാണ് അകാൽ ഓർ ഉസ്കെ ബാദ് എന്ന കവിതയുടെ കവി. ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ സാധാരണ ചില കുട്ടികൾക്ക് ഒരു സ്വഭാവമുണ്ട്, അവർ നോട്ട് മാത്രം പഠിക്കും. അപ്പോൾ ഈ നോട്ട് മാത്രം പഠിക്കുന്നതിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സും പിന്നെ കുറച്ച് ആശയവും വായിച്ച് പഠിക്കുക എന്നല്ലാതെ കവിത വായിക്കുക. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് കവിത വായിക്കുക. അതാണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത്. നോക്കൂ, നമ്മൾ ഓരോ വേർഡിൻ്റെയും അർത്ഥത്തിലൂടെ പോകണം. കൈ ദിനോന്തക് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ ദിനങ്ങളായിട്ട് എന്നാണ് അർത്ഥം. അപ്പോൾ കുറേ ദിനങ്ങളായിട്ട് ചുൽഹ രോയ. അപ്പോൾ ഇവിടെ ഓരോ വാക്കിൻ്റെയും അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ചുൽഹ എന്ന് പറഞ്ഞാൽ എന്താ? അടുപ്പ് എന്നാണ് അർത്ഥം. രോയ കരയുക. അപ്പോൾ കരയുക, അടുപ്പ് കരയുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ മക്കളെ? എപ്പോഴും കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ അടുപ്പ്. അപ്പോൾ ഇവിടെ അടുപ്പ് കരയുക എന്ന് പറഞ്ഞാൽ അടുപ്പിൻ്റെ ഒരു അവസ്ഥ ദുഃഖമാണ് എന്ന് അവിടെ കാണിച്ചു. മറ്റൊന്നത് നോക്കൂ, ചക്കി രഹി ഉദാസ്. ചക്കി എന്ന് പറഞ്ഞാൽ അരക്കല്ലാണ്. നമ്മൾ ഈ ഗോതമ്പൊക്കെ പൊടിക്കാൻ ഉപയോഗിക്കുന്ന, നമ്മുടെ നാട്ടിലേക്ക് കുറച്ച് കുറവാണ്, നമ്മളിങ്ങനെ ഉരല് അല്ലേ, ഇങ്ങനത്തെ ആട്ടുകല്ല് ഇതൊക്കെ അല്ലേ. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ കുറച്ചുകൂടി നോർത്തിലേക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. നടുവിൽ ഇങ്ങനെ ഗോതമ്പ് ഇടാനുള്ള സ്പേസ് ഉണ്ടാവും. എന്നിട്ട് അതിങ്ങനെ തിരിച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് പൊടി ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇവിടെ ചക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? അരക്കല്ല് എന്നാണ് അർത്ഥം. ഇവിടെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് ചക്കി. അപ്പോൾ ചക്കി രഹി ഉദാസ്, അവിടെയും അർത്ഥം അത് തന്നെയാണ്, ഉദാസീനം, വിഷമിച്ചിരിക്കുകയാണ് ആര്? നമ്മുടെ അടുപ്പും അരക്കല്ലും. അപ്പോൾ ഇവർ വിഷമിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് കവിതയിൽ ഉദ്ദേശിക്കുന്നത് എന്താ? അവർക്കൊന്നും പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല, അവരാരും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി കൈ ദിനോന്തക്, വീണ്ടും പറയുന്ന അത് തന്നെ, ദിവസങ്ങളായിട്ട്. കാനി കുത്തിയ എന്ന് പറഞ്ഞാൽ ഒറ്റക്കണ്ണിയായ പട്ടി. സോയി ഉനിക്കെ പാസ്. സോയി എന്ന് പറഞ്ഞാൽ എന്താ? ഉറങ്ങി. ഉനിക്കെ പാസ്, അതിനടുത്ത്. ഏതിനടുത്ത്? മുകളിൽ പറഞ്ഞ ഈ അടുപ്പിൻ്റെയും അരക്കല്ലിൻ്റെയും അടുത്ത് ഉറങ്ങുകയാണ് ആര്? നമ്മുടെ ഒറ്റക്കണ്ണിയായ പട്ടി. ഇനി അടുത്ത് പറയുന്നു കൈ ദിനോന്തക്, വീണ്ടും പറയുന്ന അത് തന്നെയാണ്, കുറേ ദിനങ്ങളായിട്ട്. ലഗി ബീത്ത് പർ. ലഗി ബീത്ത് പർ. ബീത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ബീത്ത് എന്ന് പറഞ്ഞാൽ ദീവാർ എന്ന അർത്ഥമാണ്. ദീവാർ എന്ന് പറഞ്ഞാൽ ചുമരാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു വേർഡാണ് ദീവാർ. അപ്പോൾ ഇത്തരം വേർഡുകൾ നിങ്ങൾ ഏതൊരു കവിത പഠിക്കുമ്പോഴും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇപ്പോൾ ദീവാർ എന്ന വേർഡ് വരുന്ന ദീവാർ എന്ന അർത്ഥം വരുന്ന പദം കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഏതാണ് എന്ന് ചോദിക്കും. 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് 1 മാർക്കിന് നമുക്ക് എപ്പോഴും അങ്ങനത്തെ ചോദ്യങ്ങൾ കവിതയിൽ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഏത് കവിത പഠിക്കുമ്പോഴും അതിൻ്റെ മറ്റൊരു പദം നമ്മൾ ഉണ്ടെങ്കിൽ അത് പഠിച്ചിരിക്കണം. എന്നിട്ട് പറയുന്നത് ബീത്ത് പർ ചിപ്കലിയോ കി ഗശ്ത് എന്നാണ് പറയുന്നത്. ചിപ്കലി. ചിപ്കലി എന്ന വാക്കിൻ്റെ അർത്ഥം പല്ലി എന്നാണ്. ഇനി ഗശ്ത് എന്ന് പറഞ്ഞാലോ ചുറ്റുക. ഇപ്പോൾ എന്താ പറയുക, റോന്ത് ചുറ്റാന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെയാണ് എന്താണ് ചിപ്കലിയോ കി ഗശ്ത്. അപ്പോൾ ഈ ചിപ്കലി ഇങ്ങനെ ചുറ്റുക എന്ന് പറയുന്നത് നമ്മുടെ പല്ലി ചുമരിലൂടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങും. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും ചെറിയ പ്രാണികൾ ഉണ്ടെങ്കിൽ അതിനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഇനി അടുത്ത് കൈ ദിനോതക് ചൂഹോ കി ബി ഹാലത്ത് രഹി ഷിക്കസ്. ഇനി കുറേ ദിവസങ്ങളായിട്ട് ഈ വീട്ടിലേക്ക് ഭക്ഷണം തേടി വരുന്ന ചൂഹ. ചൂഹ എന്ന് പറഞ്ഞാൽ ആരാണ്? എലിയാണ്. എലിയുടെ ഹാലത്ത്. ഹാലത്ത് എന്ന് പറഞ്ഞാൽ അവസ്ഥ. അവസ്ഥയും എന്തായിട്ടുണ്ട്? ഷിക്കസ്ത്, പരാജിതമാണ്.
അവയുടെ അവസ്ഥയും പരാജിതമാണ്. അപ്പോൾ ഈ 4 വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അടുക്കളയിലുള്ള അടുപ്പ് അരക്കല്ലൊന്നും ഉപയോഗിക്കുന്നില്ല, അതിനടുത്തൊരു ഒറ്റക്കണ്ണിയായ പട്ടി കിടന്നുറങ്ങുകയാണ്. ഇനി ചുമരിലുള്ള നമ്മുടെ പല്ലിയുടെ അവസ്ഥയാണെങ്കിലോ അതിങ്ങനെ റോന്തു ചുറ്റുന്നു എന്നല്ലാതെ അതിൻ്റെ അവസ്ഥയും പരാജയമാണ്. അതുകൂടാതെ നമ്മുടെ എലിയുടെ അവസ്ഥയും വളരെ മോശമാണ്, പരാജയമാണ്. അപ്പോൾ ഇവർക്കൊന്നും തന്നെ ഭക്ഷണം കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ഈ 4 വരിയിലൂടെ അക്കാൽ ഓർ ഉസ്കെ ബാദ് എന്ന കവിതയുടെ പേര് തന്നെ ക്ഷാമവും ക്ഷാമത്തിന് ശേഷവും എന്നാണ്. അപ്പോൾ ആദ്യത്തെ 4 വരിയിൽ കവി ക്ഷാമത്തെക്കുറിച്ചാണ് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കി. അതിനുള്ള പല ഉദാഹരണങ്ങളാണ് ഓരോ വരികളും നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. ഇനി അടുത്ത 4 വരി എന്ന് പറയുന്നത് കവിതയുടെ പേര് പോലെ തന്നെ അക്കാൽ ഓർ ഉസ്കെ ബാദ്, അക്കാൽ കെ ബാദ് കെ അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, ദാനെ ആയേ ഗർ കെ അന്തർ കൈ ദിനോ കെ ബാദ്, വീട്ടിലേക്ക് ധാന്യം എത്തി എപ്പോൾ? കൈ ദിനോ കെ ബാദ്, ദിവസങ്ങൾക്ക് ശേഷം. ദുവാ ഉഠാ ആംഗൻ സേ ഊപ്പർ, ദുവാ ഉഠാ, പുക ഉയർന്നു. ദുവാ എന്ന് പറഞ്ഞാൽ എന്താണ്? പുകയാണ് കേട്ടോ. ദുവാ ഉഠാ ആംഗൻ സേ, ആംഗൻ സേ മുറ്റത്തിന് മുകളിലൂടെ, ഊപ്പർ മുകളിലേക്ക്, കൈ ദിനോ കെ ബാദ് ദിവസങ്ങൾക്ക് ശേഷം. ചമക് ഉട്ടി ഘർ ഭർ കി ആങ്കെ, ഇനി അടുത്ത പറഞ്ഞത് എന്താ? ചമക് ഉട്ടി. ചമക് എന്ന് പറഞ്ഞാൽ എന്താ? തിളങ്ങുക എന്നാണ് അർത്ഥം. ചമക് എന്ന് പറഞ്ഞാൽ തിളക്കം. അപ്പോൾ ഉഠി ഘർ ഭർ കി ആങ്കെ, ആളുകളുടെ കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വീട്ടിലെ ദാരിദ്ര്യം ഒക്കെ മാറി, ക്ഷാമം മാറി, വീട്ടിലേക്ക് ധാന്യം വന്നു എന്ന് ആദ്യ വരിയിൽ പറഞ്ഞു അല്ലെ? ദുവാ ഉട്ട, പുക ഉയർന്നു എന്ന് പറയുന്നതിലൂടെ എന്താ നമ്മളോട് പറയുന്നത്? നേരത്തെ നമ്മുടെ അടുപ്പ് ഉദാസീനമായിട്ട് വിഷമിച്ച് രോയ എന്നാണ് പറഞ്ഞിരുന്നത്, കരഞ്ഞു എന്നാണ്. അതിന് പകരം അടുപ്പ് കത്തി എന്നതിൻ്റെ ഒരു സൂചനയാണ് പുക ഉയർന്നു മുറ്റത്തിനു മുകളിലൂടെ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വരിയിലൂടെ മനസ്സിലാക്കണം, ഇവിടെ ക്ഷാമം കഴിഞ്ഞിരിക്കുന്നു, വീട്ടിലേക്ക് ധാന്യം എത്തി, ധാന്യം പാകം ചെയ്തു, അത് വീട്ടുകാർ ഭക്ഷിച്ചു കഴിഞ്ഞു, വീട്ടുകാരുടെ കണ്ണുകളൊക്കെ തിളങ്ങി എന്ന് പറഞ്ഞാൽ അവരൊക്കെ കുറച്ചുകൂടെ ഹെൽത്തി ആയി. നമുക്കൊരാളുടെ മുഖത്ത് നോക്കിയാൽ അയാളുടെ ക്ഷീണം മനസ്സിലാകും അല്ലെ? ആക്കേ കൈ ദിനോക്കെ ബാ, ദിവസങ്ങൾക്ക് ശേഷം അവരുടെ കണ്ണുകളൊക്കെ ഒന്ന് തിളങ്ങി, അവരൊക്കെ കുറച്ചുകൂടി ഭക്ഷണമൊക്കെ കിട്ടി, ഹെൽത്തി ആയി എന്നാണ് പറയുന്നത്. ഇനിയോ അവസാന വരിയിൽ കൗവേനെ കുജിലായി പങ്കെ. കൗവേ എന്ന് പറഞ്ഞാൽ എന്താ? കാക്ക. കുജിലാന എന്ന് പറഞ്ഞാൽ ചൊറിയുക എന്നാണ് കേട്ടോ. പങ്കെ, പങ്കെ എന്ന് പറഞ്ഞാൽ ചിറകുകൾ. കൈ ദിനോക്കെ ബാദ്, ദിവസങ്ങൾക്ക് ശേഷം. ഈ കാക്കയെ ഇവിടെ സൂചിപ്പിക്കുന്നത് വീടിൻ്റെ പരിസരത്ത് കാക്ക വരുന്നത് എന്തിനായിരിക്കും? ഭക്ഷണം തേടിയാണ് അല്ലേ? അപ്പോൾ ആ വീട്ടിൽ എന്തുണ്ട്? ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട്, കാക്കയ്ക്കും അതിൻ്റെ അവശിഷ്ടത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ആ ദാരിദ്ര്യം അല്ലെങ്കിൽ അക്കാൽ ക്ഷാമം കഴിഞ്ഞു പോയതിനെയാണ് അവസാനത്തെ 4 വരികൾ സൂചിപ്പിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. ആദ്യത്തെ 4 വരികൾ അക്കാൽ ക്ഷാമത്തെക്കുറിച്ചാണെന്ന് പഠിച്ചു. കവിയുടെ പേര് നാഗാർജുൻ എന്നാണെന്ന് പഠിച്ചു. അപ്പോൾ ഇതിലുള്ള ഓരോ വാക്കുകളുടെയും അർത്ഥവും നമ്മൾ പഠിച്ചു അല്ലേ? ഇതുപോലെ നിങ്ങൾ എല്ലാ കവിതയും ഓരോ ലൈനിൻ്റെയും അതിൽ ഓരോ വേർഡ്സിൻ്റെയും അർത്ഥം പഠിച്ചുകൊണ്ട് വേണം മനസ്സിലാക്കുക കവിതയിൽ എന്താണ് പറയുന്നത് എന്ന്. അതിനുശേഷമാണ് നമ്മൾ കവിതയിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന കവിതയുടെ ആശയം പഠിക്കേണ്ടത്. നോക്കൂ, അക്കാൽ ഓർ ഉസ്കെ ബാദ് നിങ്ങൾ ആൻസർ ചെയ്യുമ്പോഴും ഇതുപോലൊരു ഹെഡിങ് എപ്പോഴും നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ എഴുതിയിരിക്കണം. हिंदी के प्रमुख प्रगतिशील कवि नागार्जुन के प्रमुख कविताओं में एक है अकाल और उसके बाद. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? ഹിന്ദിയിലെ പ്രമുഖനായ പ്രഗതിശീൽ കവി എഴുതിയ പ്രമുഖമായിട്ടുള്ള ഒരു കവിതയാണ് അക്കാൽ ഓർ ഉസ്കെ ബാദ്. ഇസ് കവിത മേ, ഈ കവിതയിൽ പെഹലെ കെ 4 പങ്ക്തിയോ മേ, പെഹലെ കെ എന്ന് പറഞ്ഞാൽ എന്താ? പെഹല ആദ്യത്തെ, പെഹലേക്കെ 4 പങ്ക്തിയോ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 4 വരികളിൽ അകാൽ കെ ബാരേമേ, അകാൽ കെ ബാരേമേ ക്ഷാമത്തെ കുറിച്ചും, ഓർ 4 പങ്ക്തിയോമേ പിന്നീടുള്ള 4 വരികളിൽ അകാൽ കെ ബാദ് കി അവസ്ഥാബി, അകാലിന് ശേഷമുള്ള അവസ്ഥയും വർണ്ണൻ കിയാ ഹേ, വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കവിതയിൽ പറയുന്നത് അകാലിനെ കുറിച്ചുള്ള ആദ്യത്തെ 4 വരികളിൽ കവിതയിൽ അക്കാലിനെ കുറിച്ചാണ്, പിന്നീടുള്ള 4 വരികൾ അക്കാലിന് ശേഷമുള്ളതാണ്. അപ്പോൾ ഈ പാരഗ്രാഫിൽ പലപ്പോഴും വരുന്നതാണ് 4 വരി കവിത തന്നിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇസ് പങ്ക്തിയോ മേ കിസ് ഹാലത് കി ഓർ ഇഷാര കർത്തേ ഹേ, ഏത് അവസ്ഥയെക്കുറിച്ചാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്?
അപ്പം നമുക്ക് ആദ്യത്തെ 4 വരികളാണെങ്കിൽ അവിടെ അകാൽ എന്ന് എഴുതാം. അതല്ലെങ്കിൽ പിന്നീടുള്ള 4 വരികളാണ് തരുന്നത് എന്ന് വെച്ചാൽ ദാനെ ആയേ ഗർക്കെ അന്തർ എന്ന് തുടങ്ങുന്ന 4 വരികളാണെങ്കിൽ നമ്മൾ അവിടെ ആൻസർ ചെയ്യേണ്ടത് അകാൽ കെ ബാദ് കെ അവസ്ഥ എന്ന് എഴുതണം. ഇനി നമ്മൾ കവിതയാണ് एक्सप्लेन ചെയ്യുന്നത്. अकाल के दिनों में घर में धान्य न होने के कारण कई दिनों तक चूल्हा नहीं जला. അപ്പോൾ ഇത് നമുക്ക് എപ്പോഴും ഒരു മാർക്കിനും 2 മാർക്കിനും ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ആൻസർ കൂടിയാണ്. ചുൽഹ ക്യൂ രോത്തെ ഹേ അല്ലേ? ചുൽഹ എന്തുകൊണ്ടാണ് അടുപ്പ് കരയുന്നത് എന്നൊരു ചോദ്യം നമുക്ക് വന്നാൽ എന്താണ് അതിൻ്റെ കാരണം? അകാൽ കെ ദിനോമേ അല്ലെങ്കിൽ അകാൽ കെ കാരൻ, ഗർമേ ധാന്യ ന ഹോനെ കെ കാരൻ വീട്ടിൽ ധാന്യമില്ലാത്തത് കാരണം, ചുൽഹ നെഹി ജല അടുപ്പ് കത്തിയിട്ടില്ല, അതുകൊണ്ടാണ് അടുപ്പ് കരയുന്നത്. ഇസ്ലിയെ ചുൽഹ രോത്തെ ഹേ. അടുത്തത് ഇസിലിയെ കാനി കുത്തിയ ചുൽഹെ കെ പാസ് സോത്തെ ഹെ. അവിടെയും നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കുക. കാനി കുത്തിയ ക്യൂ സോത്തെ ഹെ ചുൽഹെ കെ പാസ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുപ്പ് എപ്പോഴും കുറേ സമയം കത്തിയതാണെങ്കിൽ നമ്മുടെ ഗ്യാസ് അടുപ്പ് പോലെയല്ല, വിറകടുപ്പ് കുറച്ച് സമയം നമ്മൾ കത്തിച്ചു എന്ന് കരുതുക. അതിൻ്റെ ചൂട് പൂർണ്ണമായിട്ട് പോകണമെങ്കിൽ കുറേ സമയമെടുക്കും. അപ്പോൾ ദിവസങ്ങളോളം ഒരു നായക്ക് അവിടെ കിടന്ന് ഉറങ്ങാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ ഒറ്റക്കണ്ണിയായ പട്ടി എങ്ങനെ ദിവസങ്ങളോളം അവിടെ ഉറങ്ങി? കാരണം എന്താ? അവിടുത്തെ അടുപ്പ് ഉപയോഗിക്കുന്നില്ല, അത് കത്തിക്കുന്നില്ല. അതുകൊണ്ട് ആ വഴിക്ക് ആരും വരാത്തത് കൊണ്ട് തന്നെ അതിന് കിടന്നുറങ്ങാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അടുത്തത് പീസ്നെ കെലിയെ ദാനേ നെഹി. പീസ്ന എന്ന് പറഞ്ഞാൽ പൊടിക്കുക. പൊടിക്കുവാൻ എന്തില്ല? ധാന്യമില്ല. ദാനേ നെഹി ഇസ്ലിയെ ചക്കി ഉദാസ് ഹെ. പൊടിക്കുവാൻ ധാന്യമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ അരക്കല്ല് എന്താണ്? ഉദാസ് ഹെ, വിഷമിച്ചിരിക്കുകയാണ്. ദീപ് ജലാനെ കെലിയെ. ദീപ് ജലാന എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? വിളക്ക് കത്തിക്കുക. ദീപ് ജലാന കത്തിക്കുക, കത്തിക്കാൻ. തേൽ ന ഹോനെ കെ കാരൻ. തേൽ എണ്ണ ഇല്ലാത്തത് കാരണം. ദീപോ കെ പാസ് വിളക്കിനടുത്ത്. കോയി കീടാ നെഹി ഒരു പ്രാണിയുമില്ല. ഇസ്ലിയെ ഉൻകെ തലാഷ് കർക്കെ. അതുകൊണ്ട് തന്നെ ഈ പ്രാണിയെ അന്വേഷിച്ചു വരുന്ന ചിപ്കലിയോങ്കി ഹാലത്ത് ബി ബൂരാഹേ. ചിപ്കലി ആരാണ്? പല്ലി. പല്ലിയുടെ അവസ്ഥയും മോശമാണ്. ഇവിടെ എന്താ പറയുന്നത് നോക്കൂ. അടുത്ത 4 വരികളെ കുറിച്ചാണ് നമ്മൾ വിശദീകരിക്കുന്നത്. അകാൽ ബീത്ത് ഗയാഹെ. അവിടെ പറയുന്നത് എന്താണ്? ക്ഷാമം കഴിഞ്ഞു പോയി. ഗർക്കെ അന്തർ ധാനേ ആയേ. വീടിനകത്തേക്ക് എന്തെത്തി? ധാന്യമെത്തി. ഇസ്ലിയെ ചുൽഹാ ജല. അതുകൊണ്ട് തന്നെ എന്ത് കത്തി? അടുപ്പ് കത്തി. ഓർ ആംഗൻ കെ ഊപ്പർ ധുവാ ഉട്ട. അല്ലേ? അടുപ്പ് കത്തിയപ്പോൾ ആംഗൻ കെ ഊപ്പർ മുറ്റത്തിന് മുകളിലൂടെ പുക ഉയരാൻ തുടങ്ങി. ഗർമേ ഭോജൻ മിൽനെ കെ കാരൻ. ഇനിയോ വീട്ടിൽ ഗർമേ വീട്ടിൽ ഭോജൻ മിൽനെ കെ കാരൻ ഭക്ഷണം കിട്ടിയത് കാരണം. ലോഗോ കെ. ലോഗ് എന്ന് പറഞ്ഞാൽ ആരാ? ആളുകൾ അല്ലെ? ആളുകളുടെ. ആങ്കെ ചമക്കിനെ ലഘേ. ആളുകളുടെ കണ്ണുകളൊക്കെ ചമക്കിന തിളങ്ങാൻ തുടങ്ങി. കൗവേ ബി ഖുഷ് ഹോക്കർ പങ്കെ കുജിലായി. അല്ലെ? കവ്വേ. കവ്വേ എന്ന് പറഞ്ഞാൽ എന്താണ്? കാക്കയാണ്. കാക്കയും സന്തോഷവാനാണ്. പങ്കെ കുജിലായി. ഇനി അടുത്തത് നോക്കാം. നമ്മുടെ കവിതയുടെ ആശയം നമ്മൾ എഴുതി. ഇനി അതൊന്ന് കൺക്ലൂഡ് ചെയ്യണം. ഇതും നമ്മളുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ഇതും നമ്മുടെ സമൂഹവുമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത്, നമ്മളെ മാത്രമാണ്. എന്തെങ്കിലും ഒരു സന്ദേശം ഒരു കവിതയ്ക്ക് ഉണ്ടാവില്ലേ? ആ സന്ദേശമാണ് നമ്മൾ എഴുതേണ്ടത് ഇവിടെ. യഹാം കവി കവിത സെ യ ദിക്കാത്തി ഹെ. ഈ കവിതയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും വലിയൊരു കാര്യം, അകാൽ സെ സിർഫ് ഇൻസാൻ നഹി. ക്ഷാമം കാരണം മനുഷ്യൻ മാത്രമല്ല, മനുഷ്യക്ക് സഹാരേസെ. മനുഷ്യൻ മാത്രമല്ല, മനുഷ്യൻ്റെ സഹാരേസെ. മനുഷ്യൻ്റെ സഹായത്തോടെ ജീവിക്കുന്ന, മനുഷ്യൻ്റെ സഹായത്തോടെ പശു പക്ഷിയോക്കി ജീവിക്കുന്ന. പശു പക്ഷി എന്ന് പറഞ്ഞാൽ പക്ഷി മൃഗാദികൾ. പശു എന്ന വാക്കിൻ്റെ അർത്ഥം മൃഗം എന്നാണ് കേട്ടോ. മൃഗാദികൾ എന്ന് പറയില്ലേ നമ്മൾ, ജീവികൾ എന്നൊക്കെ പറയുന്നതാണ് പശു. അല്ലാതെ നമ്മൾ പശു എന്നുള്ളതിന് ശരിക്കും നമ്മൾ എന്താ ഹിന്ദിയിൽ പറയുന്നത്? ഗായ് എന്നാണ്. അപ്പോൾ ഒരിക്കലും മാറിപ്പോകരുത്. പക്ഷിയോക്കി ഹാലത്ത് കോബി കഷ്ട കരയെങ്കിൽ. അപ്പം മനുഷ്യന് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അതോടൊപ്പം
ക്ഷാമം നമ്മുടെ ഭൂമിയിൽ ക്ഷാമം ഉണ്ടാകുന്ന, നമ്മുടെ നാട്ടിൽ ക്ഷാമം ഉണ്ടായാൽ നമ്മൾ മനുഷ്യർ മാത്രമല്ല നമ്മുടെ സഹായം കൊണ്ട് നമ്മൾ പോലും അറിയാതെ ജീവിക്കുന്ന, നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഈ ലൈറ്റിന് പുറകിൽ നിന്ന് അല്ലെ പ്രാണികളെ ഭക്ഷിക്കുന്ന ചിപ്കലി ഭക്ഷണം കഴിച്ചോ ഇല്ലയോ നമ്മൾ അറിയാറില്ല. പക്ഷെ നമ്മുടെ സഹായം, അതിലും നമ്മുടെ ഒരു പങ്ക് ഉണ്ട്. നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് വിളക്ക് കത്തിക്കുന്നു, ആ വിളക്കിനെ ആകർഷിച്ച് പ്രാണികൾ വരുന്നു, ആ പ്രാണിയെ ഭക്ഷിക്കാൻ വീട്ടിൽ നിൽക്കുന്ന ആളാണ് ആര്? പല്ലികൾ. അപ്പോൾ ഇങ്ങനെ വരുന്ന പല്ലി, പാറ്റ, എലി ഇതൊക്കെ നമുക്ക് സത്യത്തിൽ ശല്യമാണെങ്കിൽ പോലും അവ ജീവിക്കുന്നതും നമ്മുടെ സഹായം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ കഷ്ടത്തിലാകുമ്പോൾ നമ്മുടെ സഹായം കൊണ്ട് ജീവിക്കുന്ന ചെറിയ ചെറിയ പ്രാണികളും മൃഗങ്ങളും പക്ഷികളും ഒക്കെ എന്താകുന്നുണ്ട്? പ്രയാസപ്പെടുന്നുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇതുപോലെയാണ് നിങ്ങൾ കവിത പഠിക്കേണ്ടത്. ഓരോ കവിതയും വായിച്ചു നോക്കുക, ഓരോ വരികളുടെയും അർത്ഥം മനസ്സിലാക്കുക. അതിനുശേഷം അതിലെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ പഠിച്ചു നോക്കൂ. ആദ്യം മീനിങ് പഠിക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇനിയും കവിതകളുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ നമ്മുടെ ബാക്കി കവിതകളുടെ ഒരു ലൈവ് ക്ലാസ്സുമായിട്ട് നാളെ 24-ാം തീയതി ഞാൻ ലൈവിൽ വരുന്നുണ്ട് 7 മണിക്ക്. നിങ്ങളെല്ലാവരും ലൈവിൽ ജോയിൻ ചെയ്യാം. നമുക്ക് മറ്റു കവിതകൾ കൂടി ഇതുപോലെ നമുക്ക് വേർഡ് മീനിങ് പറഞ്ഞുകൊണ്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് ലൈവിൽ കാണാം. അതുവരേക്കും ബൈ.